പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സഹായികൾ പോകുന്നുവെങ്കിലും അവർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് അഭിഷേക്, ഞാൻ കഴിക്കാത്ത ഭക്ഷണമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ചിക്കൻ ഞാൻ കഴിക്കാറില്ല. പിന്നെ എന്തിനാണ് നിങ്ങളത് വിളമ്പിയത് എന്ന് ചോദിച്ച് പൊട്ടിത്തെറിക്കുന്നു. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇഷ. മാത്രവുമല്ല, ഇഷ സമാധാനമായിരിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ കഴിക്കാത്ത ഭക്ഷണമാണ് എന്നെ കൊണ്ട് ഇയാൾ നിർബന്ധപൂർവം കഴിക്കാൻ ശ്രമിപ്പിക്കുന്നത്. അത് എങ്ങനെ അനുവദിക്കാൻ സാധിക്കും? അത് അംഗീകരിക്കാൻ കഴിയാവുന്ന ഒന്ന് തന്നെയാണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇഷ തൽക്കാലത്തേക്ക് അത് അഭിഷേക് കഴിക്കേണ്ട, ഞാൻ കഴിച്ചേക്കാം എന്ന് പറഞ്ഞതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അയാൾ. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന അയാൾ ഇതേ തുടർന്ന് തന്ത്രത്തിൽ ഇഷയെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതിന്റെ ഭാഗമായി തനിക്ക് തെറ്റുപറ്റിപ്പോയതായി പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രായത്തിന് മുതിർന്ന ആളല്ലേ എന്ന് ആലോചിക്കുന്ന അഭിഷേക് ഒടുവിൽ താൻ ദേഷ്യപ്പെട്ടത് താൻ കഴിക്കാത്ത ഭക്ഷണം നൽകിയത് കൊണ്ടാണ് എന്നും അത് മനസ്സിൽ വെക്കേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ അയാൾ അതൊന്നും സാരമില്ല സാർ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ അയാളുടെ മനസ്സിൽ വാശി കൂടുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഇതേ തുടർന്ന് അവിടേക്ക് എത്തുന്ന കൂട്ടാളി എന്തായി സംഭവം എന്ന് ചോദിക്കുകയും നാളത്തോടെ അവൻ മരിക്കുമോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ പാളിപ്പോയടാ. വിചാരിച്ചതുപോലെയല്ല. ആ അഭിഷേക് നോൺ വെജ് അല്ല, വെജാണ്. ഇപ്പോൾ ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് അയാൾ കഴിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ നടന്നുമില്ല. അതിനിടയ്ക്ക് ആ ഇഷയാണെങ്കിലോ, ഇഷ മേഡം ആ ഫുഡ് കഴിക്കാൻ തയ്യാറാവുകയും ചെയ്തു. എങ്ങാനും ആ മേഡം ആ ഫുഡ് കഴിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലായനെ. ഒരു വിധത്തിലാണ് ഞാൻ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഫുഡുമായി തിരികെ വന്നത്. ഇപ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് വീണ്ടും രാഹുലിന്റെ കോൾ വരുന്നത്. എന്തായി, അവൻ ഫുഡ് കഴിച്ചോ? അവൻ നാളേക്ക് ഇല്ലാതാകുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന്, അയ്യോ സാർ, ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ പ്ലാൻ വർക്കാവുകയില്ല. എന്താണ് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന്, ഞാൻ ചിക്കൻ കറിയിലാണ് വിഷം നൽകിയത്. പക്ഷേ ആ അഭിഷേക് ആണെങ്കിൽ വെജിറ്റേറിയൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ നമ്മൾ പ്രയോഗിച്ച വിദ്യ നമുക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് സാർ എന്ന് പറഞ്ഞതിനെ തുടർന്ന്, എന്തെങ്കിലും നീ ചെയ്ത് ഭക്ഷണം അവനെ കൊണ്ട് കഴിപ്പിക്കുക തന്നെ വേണം. അവൻ മരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കരുത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന്, കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം സാർ എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇനി നാളെ മോർണിംഗ് ഉണ്ടാക്കുന്ന ഫുഡിൽ വേണം എന്തെങ്കിലും ചെയ്യാൻ എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം അഭിഷേക് ആകട്ടെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇഷയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ഇഷയോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന അഭിഷേക് ഇതേ തുടർന്ന് റൂമിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ തനിക്ക് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ട് എന്ന് അഭിഷേക് പറയുമ്പോഴാണ് ഇതിനിടയിൽ വീണ്ടും ദേവബാലയുടെ കോൾ വരുന്നത്. ഇതോടെ അഭിഷേക് ആകെ അസ്വസ്ഥനാവുകയാണ്. എന്താണ് അഭിഷേക് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, വീട്ടിൽ നിന്നുള്ള കോളാണ് എന്നും ഇപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് വരാമെന്നും വ്യക്തമാക്കുകയാണ് അഭിഷേക്. ഇതേ സമയം എന്തിനാണ് ഇനി നീ വിളിച്ചത് എന്ന് അഭിഷേക് ഫോണിലൂടെ ചോദിച്ചതിനെ തുടർന്ന് ദേവബാല,
എനിക്ക് കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് നിന്റെ ഷെൽഫിൽ നിന്ന് എന്ന് പറയുകയാണ്. ഏത് പെൺകുട്ടിയുടെ കൂടെയാണ് നീ ഉള്ളത് എന്നുള്ള കാര്യം തുറന്നു പറയുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഫുൾ തെളിവുകൾ ഇപ്പോൾ നിന്റെ കബോർഡിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞതിനെ തുടർന്ന് നീ എന്ത് വേണമെങ്കിലും ചെയ്യേ, നിന്നോട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് അഭിഷേക് വ്യക്തമാക്കുകയും എത്ര തവണ നിന്നോട് കാര്യങ്ങൾ ഞാൻ പറയണമെന്നും ഒരേ കാര്യം പറഞ്ഞു പറഞ്ഞ് എനിക്ക് മടുത്തുവെന്ന് വ്യക്തമാക്കി ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ദേവബാല. വീണ്ടും തനിക്ക് തെറ്റുപറ്റിയോ എന്നുള്ള ചോദ്യം ദേവബാലയുടെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണോ ദൈവമേ എന്ന് ദേവബാല ചിന്തിക്കുകയാണ്. ഇതേ സമയം കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് എത്തുകയാണ് ദേവരാജൻ. ഇതോടെ അഭിഷേകിന്റെ കബോർഡിൽ നിന്ന് ലഭിച്ചതാണ് ഇതെന്ന് വ്യക്തമാക്കുകയാണ് ദേവബാല. സാധനങ്ങൾ കാണുന്ന ദേവരാജനാകെ ഞെട്ടിപ്പോവുകയും ഇതോടെ ഇനി എന്താണ് ദേവബാലയോട് പറയുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന രാഹുൽ എന്തായാലും ഇന്നത്തെ രാത്രി ഒന്നും തന്നെ നടക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് തൻ്റെ കൂടെയുള്ള പാർട്ട്ണറിനോട്. മാത്രവുമല്ല, അവൻ ഇങ്ങനെ വിലസ് നടക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് വരുന്നത് എന്നും അവൾ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണാണ്, എൻ്റെ പെണ്ണാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ സ്വന്തമാക്കിയേ സാധിക്കൂ എന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകുമെന്ന് ഭ്രാന്തമായ അവസ്ഥയിൽ പറയുകയാണ്. ഇത് കേൾക്കുന്ന കൂട്ടാളി സാറിന് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിക്കുമെന്നും അവരുടെ പദ്ധതി പാളിയാലും അവനെ കൊന്നു തരുന്ന കാര്യം ഞാനേറ്റു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരു അവസരം കൂടി അവർക്ക് നൽകാൻ ഇതേ തുടർന്ന് അയാൾ പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.